ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആരെയും ദ്രോഹിക്കുന്നില്ല. പക്ഷെ വൈ മീ എന്നൊരു ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിലുണ്ട്. പൂർവജന്മാർജിതമായി വന്നു പെട്ടുപോയ ദുരിതങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടിയുണ്ട്. ആ ലൂപ്പിൽ പെട്ടെന്ന് നിൽക്കാം, ആ ലൂപ്പിൽ നിന്ന് വെളിയിൽ ചാടാനായിട്ടുള്ള ഒരു എഫർട്ടും നമുക്ക് എടുക്കാം. അത് ഏത് വേണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഈ ഖേദുദശാ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു 18 വയസ്സ് തൊട്ട് ജ്യോതിഷം പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഖേദുദശാ കാലഘട്ടത്തിലൊക്കെ ഞാൻ ജ്യോതിഷം പഠിച്ചു പോയത്. അപ്പം ആ കാലഘട്ടം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്നെ ഇപ്പം നിങ്ങളൊക്കെ വിളിക്കുന്നില്ലേ ഇന്റർവ്യൂവിന്, അല്ലേ? എന്തുകൊണ്ടാണ്? 18 വയസ്സിൽ ആരെങ്കിലും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമോ? പക്ഷെ ഞാൻ ചെയ്തു. ജ്യോതിഷത്തിൽ വിശ്വാസമില്ല, ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന പലവരും നോക്കാറില്ല. പക്ഷെ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഈ നക്ഷത്ര രാശി അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അവരെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പം ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഒരു ആയുസ് മൊത്തം കളഞ്ഞു, പക്ഷെ എനിക്ക് മാത്രം നല്ലതൊന്നും വരുന്നില്ല എന്ന് പൊതുവേ നമ്മുടെ വീടുകളിലും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പം അവർ വിശ്വസിക്കുന്നുണ്ട്, അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആരെയും ദ്രോഹിക്കുന്നില്ല. പക്ഷെ വൈ മീ എന്നൊരു ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന, ഒരു കാലത്ത് ഒന്നും നല്ലത് അവർക്ക് അല്ലെങ്കിൽ ഒരു കാര്യവും അവർക്ക് ഫേവറേറ്റ് ആയിട്ട് നടക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് മാമിന് എന്താ പറയാനുള്ളത്? അതായത് നമുക്ക് ഈ പ്രാരാബ്ധ കർമ്മങ്ങളുണ്ട്, ഈ സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ദോഷമായി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ദോഷമായ കാലഘട്ടങ്ങളെ ഞാൻ വിലയിരുത്തുന്നത് അതൊരു ലെസണായിട്ടാണ്. നമുക്ക് പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പൂർവ്വജന്മാർജിതമായി വന്നു പെട്ടുപോയ ദുരിതങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടിയുണ്ട്. അതുപോലെ ആ കർമ്മ ദുരിതങ്ങളെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് അതിനെ ബാലൻസ് ചെയ്തു പോകാൻ പറ്റും. അതായത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ആ കുട്ടി പഠിക്കാനായിട്ട് നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷേ സാഹചര്യം ഇല്ല എന്ന് വയ്ക്കാം, സാമ്പത്തികം ഉണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ആ കഠിനമായ സാഹചര്യത്തിനെ ആ കുട്ടിയെ അതിജീവിച്ച് പഠിച്ചു പോകുന്ന, മുന്നേറി പോകാനായിട്ട് അതെടുക്കുന്ന എഫർട്ട്, അതാണ് ഈ ജന്മത്തിൽ ആ കുട്ടി ചെയ്യുന്ന ആ കർമ്മത്തിനെ അതിജീവിക്കാനായിട്ട് ആ കുട്ടി ചെയ്യുന്ന ഒരു എഫർട്ട്. അതിൻ്റെ ആ കർമ്മത്തിൻ്റെ ശേഷപത്രം അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഒരു റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അതിന് ആ വിൻ ചെയ്ത് വരുന്ന പോയിന്റാണ്. അതായത് നമ്മളൊരു പ്രാരാബ്ധ കർമ്മത്തെ അനുഭവിച്ച് അതിൽ തന്നെ ആ ലൂപ്പിൽ പെട്ടെന്ന് നിൽക്കാം, മനസ്സിലായോ? ആ ലൂപ്പിൽ പെട്ടെന്ന് നിൽക്കാം, ആ ലൂപ്പിൽ നിന്ന് വെളിയിൽ ചാടാനായിട്ടുള്ള ഒരു എഫർട്ടും നമുക്ക് എടുക്കാം. അത് ഏത് വേണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ എല്ലാ മനുഷ്യനും അവനവന് തോന്നേണ്ട ഒരു ഉൾക്കരുത്തെന്ന് പറയുന്നത് ആ ലൂപ്പിൽ നിന്ന് വെളിയിലിറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ വെളിയിലിറങ്ങുന്ന വ്യക്തിക്ക് എന്തുണ്ടാവും? അവിടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. വേറൊരാളിനും ആ ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന ആളിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റും, ഇല്ലേ? അപ്പോൾ അതെല്ലാം ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഖേദുദശാ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിനെ, അതായത് ഇപ്പോൾ ഖേദുദശയിലോ ശനിദശയിലോ ഒക്കെയാണ് കൂടുതലും ഈ പ്രാരാബ്ധങ്ങൾ വരുന്നത്, കൂടുതലും അനുഭവിക്കുന്നത്. അപ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്പിരിച്വൽ എനർജി കൂട്ടാൻ വേണ്ടിയുള്ള കാലഘട്ടങ്ങളാണ്. അപ്പോൾ സ്പിരിച്വൽ എനർജി കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഇങ്ങനെ കിടന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ഭ്രമത്തിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ഇതൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഖേദു ദശാ കാലഘട്ടം എനിക്ക് വന്ന സമയത്ത് ഞാൻ കൂടുതൽ പഠിക്കാനാണ് ആ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു 18 വയസ്സ് തൊട്ട് ജ്യോതിഷം പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഖേദുദശാ കാലഘട്ടത്തിലൊക്കെ ഞാൻ ജ്യോതിഷം പഠിച്ചു പോയത്. അപ്പം ആ കാലഘട്ടം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്നെ ഇപ്പം നിങ്ങളൊക്കെ വിളിക്കുന്നില്ലേ ഇന്റർവ്യൂവിന്, അല്ലേ? എന്തുകൊണ്ടാണ്? അത് ഞാൻ ഒരു 6 മാസത്തെ കോഴ്സ് ചെയ്തിട്ട് ജ്യോതിഷം പഠിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. ഒരു ജന്മം കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ആ ജന്മം കൊടുത്ത് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ച കാലഘട്ടം ഏതാ? ഖേദുദശയാണ്. അത് മോശമാണോ? അല്ല, നല്ലതല്ലേ? ആണ്. അതിൻ്റെ നന്മ എന്ന് പറയുന്നൊരു വശമുണ്ട്. എന്താണ്? ആ കാലഘട്ടം സ്പിരിച്വൽ ആയിട്ടുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലഘട്ടം എന്തിനു ഇൻവെസ്റ്റ് ചെയ്തു? സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. 18 വയസ്സിൽ ആരെങ്കിലും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമോ? പക്ഷെ ഞാൻ ചെയ്തു.
അപ്പോൾ അതിന് നമുക്ക് ഏത് കാലഘട്ടമാണോ, അതിപ്പം നമ്മൾ വിചാരിക്കും ഒരു നമ്മുടെ യങ്ങായിട്ടുള്ള കാലഘട്ടങ്ങൾ അതിന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് എങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോകും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഇപ്പം ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ബയോളജി ക്ലാസ്സിലിരുന്നിട്ട് കെമിസ്ട്രി പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കെമിസ്ട്രിയാണ് താല്പര്യം എന്ന് വെച്ചിട്ട് ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ചില കാലഘട്ടങ്ങൾ നമ്മളെ പ്രാരാബ്ധ കർമ്മങ്ങൾ തീർക്കാനായിട്ട് വരുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി കൂട്ടാൻ വരുന്ന കാലഘട്ടങ്ങളാണ്. അതിനെപ്പറ്റി ഒരു റിയലൈസേഷൻ ഉണ്ടായാൽ ആ വഴിക്ക് സഞ്ചരിച്ചാൽ ദോഷം ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് പണ്ടത്തെ ഒരു സ്റ്റോറി ഉണ്ട്, മാർക്കണ്ഡേയൻ്റെ ഒരു സ്റ്റോറി. അപ്പോൾ 14 വയസ്സിൽ മരിക്കും എന്നറിയാം. അപ്പം വയസ്സായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ വിട്ട് അദ്ദേഹത്തിന് പോകണ്ട, കാരണം നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ആ മരണം മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കരയാണ്, എനിക്ക് മരിക്കേണ്ട. പക്ഷെ അദ്ദേഹത്തിന് മരണം മാറിപ്പോയി. അത് നമ്മുടെ ഒരു 2026 കോൺടെസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഞാൻ മരിക്കും, ഇന്നൊരു സമയത്ത് മരിക്കും എന്നാരെങ്കിലും നമ്മളോട് പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആയി ബോധേഡായി ടൈം വേസ്റ്റ് ചെയ്ത് നമ്മൾ സ്ട്രെസ് ഔട്ട് ആവുന്നതിന് വരെ, ഇപ്പോൾ മാം പറഞ്ഞ പോലെ, മാം ഇൻവെസ്റ്റ് ചെയ്ത പോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ, എൻ്റെ ഒരു ക്വാളിറ്റി ടൈമിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു മരണം മാറിപ്പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്ത മാത്രമാണോ? എല്ലാ മനുഷ്യനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുമൊന്നുമല്ല, മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, ഈ മരണം എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ മരണം എന്നൊരു സത്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ അതൊന്നിൻ്റെ അവസാനവും അല്ല, അതൊരു ഇനി അടുത്ത ജന്മം എടുക്കേണ്ട തുടക്കമായിരിക്കും. മനസ്സിലായോ? നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതിന് ഓരോ ദിവസങ്ങളെയും നമ്മൾ അർത്ഥവത്താക്കി ജീവിച്ചു പോകുക എന്നുള്ളതാണ് ഒന്ന്. ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രസക്തി കൊടുക്കുന്ന കാര്യം. പിന്നെ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടമകൾ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ലേ? അത് എല്ലാ മനുഷ്യരും, അതുകൊണ്ടായിരിക്കും ഇപ്പം മാർക്കണ്ഡേയൻ്റെ കാര്യം പറയുമ്പോഴും അതിനകത്ത് അദ്ദേഹത്തെ കടമകളും കർത്തവ്യങ്ങളെയും കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അദ്ദേഹത്തെ ജീവിക്കണം എന്ന് പ്രേരിപ്പിച്ചത്. അത് തന്നെയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടത്. നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലക്ഷറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മാത്രമൊന്നും അല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. നമ്മളെ കർത്തവ്യബോധങ്ങളെന്നുണ്ട് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ധാർമ്മികമായ നിലപാടുകളോട് മുന്നോട്ട് പോകണം. അതിന് ഈ ധാർമ്മികമായ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്തു തീർക്കാനായി ആയുർദൈർഘ്യം തരണം എന്ന് പറയുന്നത് ഒരു വളരെ ജെന്യൂനായിട്ടുള്ള കാര്യമായിട്ട് യൂണിവേഴ്സിന് തന്നെ തോന്നും. അപ്പം നമുക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യും, അതിന് ആ ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂട്ടി യൂണിവേഴ്സായിട്ട് തന്നെ ചിലപ്പം ദൈർഘ്യം കൂട്ടിത്തരും. അങ്ങനെ അതായത് തൃപ്പങ്ങോട് ശിവൻ്റെ അമ്പലത്തിൽ ഈ ആയുർദൈർഘ്യം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് തൃപ്പങ്ങോട് ശിവൻ്റെ അമ്പലത്തിൽ മൃത്യുഞ്ജയ ഹോമവും ശംഖാഭിഷേകവും കഴിപ്പിക്കുന്ന ആയുർദൈർഘ്യം കൂട്ടാൻ വളരെ നല്ലൊരു വഴിപാടായിട്ട് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്, ഇപ്പം ഒരാൾ തമ്മിൽ, 2 പേര് തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിൽ അവർ പൊതുവേ ചോദിക്കും നാള് തമ്മിൽ ചേരാത്തതുകൊണ്ടാണ് ഈ മുന്നാളെന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെ ഇങ്ങനെ 2 നാളുകൾ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ആ 2 വ്യക്തികൾ തമ്മിൽ എന്നും വഴക്കായിരിക്കും, അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു മാരേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജാതകം കൈമാറി ഒത്തുനോക്കി ഇത്രയ്ക്ക് പൊരുത്തം എന്നുള്ള രീതിയിലാണ്. 5ന് മേളിൽ പൊരുത്തം, 6ന് മേളിൽ പൊരുത്തം ഉണ്ടെങ്കിലാണ് അവർ ഒരുമിച്ച് പോവുക. അപ്പം ഇതിൻ്റെ ബാക്കിലൊക്കെ ഉള്ള ഒരു അവരുടെ അത് പിന്നെ വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയല്ലേ കല്യാണം പിന്നെ അറേഞ്ച്ഡ് മാരേജ് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ വരുന്നത്. അപ്പം അവരുടെ എനർജി, ആ ഒരു 2 പേരും തമ്മിലുള്ള എനർജി പാറ്റേൺ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ? അതിനുള്ളൊരു ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഈ പൊരുത്ത ചിന്ത എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുന്നത്. അപ്പം അവരുടെ മഹാദശാ കാലഘട്ടങ്ങൾ, 2 പേരുടെയും മഹാദശാ കാലഘട്ടങ്ങൾ നോക്കുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പേർക്കും, ഒരാളിന് ശനിദശാ കാലഘട്ടം, ഒരാളിന് രാഹുദശാ കാലഘട്ടം, അല്ല ഇങ്ങനെ ഉള്ള ദോഷകാലഘട്ടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചേർക്കുവാണെങ്കിൽ, അതായത് ഒരേ പാറ്റേണിൽ ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് മാത്രമല്ല ആ നടന്നു പോകുന്ന കാലഘട്ടങ്ങളിലും, മനസ്സിലായോ? അതായത് അവരിപ്പോൾ ഒരു 60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് 2 പേർക്കും ദശാകാലഘട്ടങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവർ വീണുപോകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാതക പൊരുത്തങ്ങൾ നോക്കുന്നത്. അത് രാശിപ്പൊരുത്തം, രാശിയാധിപ പൊരുത്തം ഇത് മാത്രമല്ല, ഈ ദശാകാലഘട്ടങ്ങൾ തമ്മിലുള്ള പൊരുത്ത ചിന്തകളും അതുപോലെ തന്നെ ഇവരുടെ അതായത് ഹൊറോസ്കോപ്പ് തമ്മിലുള്ള മാച്ചിങ് നമ്മൾ നോക്കണം. അതായത് അവരുടെ പ്ലാനറ്ററി പൊസിഷൻസ് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പൊരുത്ത ചിന്ത നോക്കണം. ഇത് മാത്രം കൊണ്ട് ആയില്ല,
മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അഡിക്ഷൻസ്, അങ്ങനെ പല ടൈപ്പ് പ്രോബ്ലംസ് ഇന്ന് ഉണ്ട്. അതുമല്ല, ഇന്ന് നമ്മളെല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയിലാണ് ജീവിക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട് ഇല്ലേ? നമ്മളിപ്പം 2, 3 അല്ലെങ്കിൽ 4 പേര് മാക്സിമം ഉള്ള വീടുകളിലാണ് ജീവിക്കുന്നത്. അവിടെ വേറൊരാളിനെ നമുക്ക് സ്ഥിരമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം തന്നെയായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കുറച്ച് നാൾ സംസാരിച്ച് നോക്കിയിട്ടേ വിവാഹത്തിലോട്ട് എത്തിപ്പെടാൻ പാടുള്ളൂ. അല്ലാതെ ഈ പൊരുത്ത ചിന്ത എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രവും അവിടെ പൊരുത്തചിന്ത നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒപ്പം തന്നെ അവർ തമ്മിൽ ഒരു 6 months എങ്കിലും കുറഞ്ഞ പക്ഷം സംസാരിച്ച് നോക്കണം. അതിനുശേഷം വിവാഹം എന്ന് പറഞ്ഞൊരു കാര്യത്തിലോട്ട് എടുത്ത് ചാടാവും. ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആണെങ്കിൽ അവർക്ക് മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഈ ജ്യോതിഷം അല്ലെങ്കിൽ ഈ ജാതകം ഒത്തുനോക്കൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്ത് വന്നാലും കുഴപ്പമില്ല, ജാതകം ഒന്നും ഒത്തുനോക്കാതെ വളരെ നല്ല രീതിയിൽ ഇപ്പം നമുക്ക് ഹിന്ദുക്കളാണ് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ജാതകം അങ്ങനെയല്ല നോക്കൽ അത് തോന്നുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം എനിക്കൊരു 10 കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു 4 കൺസൾട്ടേഷൻ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ആയിരിക്കും. അത് അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും. എല്ലാവരും ഇതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വെളിയിൽ നോക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയുള്ള കൺസൾട്ടേഷൻസ് വരാറുണ്ട്. ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പം അവരും നോക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പം മജോറിറ്റി ഓഫ് ആൾക്കാർ നോക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, ജ്യോതിഷത്തിൽ വിശ്വാസമില്ല, ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന പലവരും നോക്കാറില്ല. അപ്പം പക്ഷെ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഈ നക്ഷത്ര രാശി അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അവരെ ബാധിക്കുന്നില്ല. അതെ ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥലം ഇവിടെ തന്നെയല്ലേ? ട്രിവാൻഡ്രം തന്നെയല്ലേ? അല്ല, ട്രിവാൻഡ്രം അല്ല, ഞാൻ കോട്ടയം ബേസ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്ത് ആ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാറുണ്ടോ? ഇല്ലല്ലോ. ആ ലൊക്കാലിറ്റി അറിയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് നമുക്ക് ആ വ്യക്തിയെ അറിയാമെങ്കിൽ പിന്നെ പൊരുത്തം നോക്കേണ്ട കാര്യം അധികമായിട്ട് വരുന്നില്ല. പൊരുത്തം നോക്കേണ്ട കാര്യം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയിച്ചിട്ട് പിന്നെ പൊരുത്തം നോക്കാൻ പോകരുത്, അല്ലെങ്കിൽ പ്രണയിക്കാൻ പോകരുത്. അതാണ് മാമിൻ്റെ ആ ഒരു അതെ. സ്നേഹിച്ച് എൻ്റെ ഒരു ഉച്ചന്തലയിൽ എത്തിയതിന് ശേഷം നമ്മൾ ചെന്ന് പൊരുത്തം നോക്കി എസ്കേപ്പ് ചെയ്യുക, അത് പിന്നെ എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയാണ് ജാതകം നോക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പോരുത്. ഒന്നിയിൽ ആ പ്രണയം എന്ന് പറയുന്ന ആ ലെവലിൽ നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജാതകം നോക്കി കല്യാണം കഴിക്കുക. 2 വെള്ളത്തിലും കൂടെ കാലി ചവിട്ടി നിൽക്കരുത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കണം.